ഇന്ന് രാവിലെ മുതൽ ഈ സംഘക്കാട്ടകളുടെ പിന്നാലെ പോയതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 അപ്ഡേറ്റുകൾ വൈകിട്ട് പറയാനുണ്ട്. കാരണം ബഹ്റൈനിലും കുവൈറ്റിലും വീണ്ടും ഇറാൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. കുവൈറ്റിൽ ഡയറക്റ്റ്ലി, അതായത് ഇറാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഡയറക്റ്റ്ലി കുവൈറ്റിൽ പോയിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഇറാൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ, വ്യോമസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഖാലിസാദെ പറഞ്ഞിട്ടുള്ളത്, അതായത് കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ F-5 ഫൈറ്റർ ജെറ്റുകൾ നടത്തിയിട്ടുള്ള വിജയകരമായിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. അതായത് അവർക്ക് ഒരു തരത്തിലുള്ള ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ, ഇറാൻ്റെ F-5 എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഫൈറ്റർ ജെറ്റുകളാട്ടോ, പുതിയതൊന്നുമല്ല. F-35 പോലൊന്നുമല്ല, പഴയ ഫൈറ്റർ ജെറ്റുകളാണ്. ഇത് ഇറാനിന് അവിടെ പോയിട്ട് ആക്രമണം നടത്തി തിരിച്ച് വന്നിട്ടുണ്ട്. അതായത് അവിടെയൊക്കെയുള്ള ഇവരുടെ ആ ശക്തി, കുവൈറ്റിൽ ഇവരെ ക്രോസ് ചെയ്യാനുള്ള ശക്തി, അമേരിക്കയുടെ ശക്തി എല്ലാം ക്ഷയിച്ച് പോയ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പോയി എന്ന് കാണിക്കാനുള്ളതാണ് ഈ കാര്യം. ഇപ്പം വൈകിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീ, പുക ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതായത് ഇപ്പം ഇറാൻ്റെ ഈ F-5 വന്നിട്ട് ആക്രമണം നടത്തി പോകുമ്പോൾ ഉള്ള പുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും സൈറൻസ് വരുന്നുണ്ട്. 5th ഫ്ലീറ്റിലും അവിടെയും ഇവിടെയൊക്കെ ബോംബുകൾ വെക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ കാര്യം ഞാൻ കാണിച്ചത്. ഇനി ജോർദാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഇന്ന് വീണ്ടും ആക്രമണം നടന്നിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ പുലർച്ചെയും ഇറാൻ്റെ ചില ഭാഗങ്ങളിലോട്ട് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. പഴയതുപോലെ മൊത്തത്തിലൊന്നുമില്ല, പേടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് പതുക്കെ മാത്രമേ ഇപ്പം ആക്രമണങ്ങൾ നടക്കുന്നുള്ളൂ. കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആക്രമിക്കാനുള്ള ഓപ്ഷൻസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് കൂടുതൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകളും ഹാങ്ങേഴ്സും ഒക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കയറിപ്പോയി അടിക്കാൻ പഴയതുപോലെ പറ്റുന്നില്ല അമേരിക്കക്ക്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ 3 പട്ടാളക്കാർ മരിച്ചതായിട്ടുള്ള വാർത്ത നിങ്ങൾ കണ്ടു അല്ലേ? അതിൽ ഒരു ലേഡിയാണ്, ഒരു ലേഡി എന്ന് പറയാൻ പറ്റില്ല, 19-20 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് ടൈലർ ജെയിംസ് ഫീഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഒരാൾ. രണ്ടാമത്തത് ഈ പെങ്കൊച്ചി ഇസബെല്ല ഗൊൺസാലെസ്. ഈ 2 പേരാണ് ജോർദാനിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാഖിൽ മരണപ്പെട്ടിട്ടുള്ള ആളുടെ ഫോട്ടോ ആണ് നിങ്ങൾ നോക്കുക. എല്ലാം 25 വയസ്സിനൊക്കെ താഴെയുള്ള ടോപ്പേഴ്സാണ് കൂടുതലും അമേരിക്കയുടെ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയിൽ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ട് ഇസ്രായേലിൽ അവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അവർ യുദ്ധത്തിലൊന്നും ഇടപെടാണ്ട് ഇപ്പോൾ അമേരിക്ക അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇത്രയും ഏജ് കുറഞ്ഞിട്ടുള്ള ചെറിയ പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ ഫാമിലി, അവരുടെ കുടുംബം, അവരുടെ മറ്റേത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിലോട്ട് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടവന് വേണ്ടിയിട്ട് ചാവാൻ പോയതാണ് ഈ പറഞ്ഞ ടീംസ് മൊത്തം അങ്ങോട്ട്. ഇന്ന് ജോർദാനിലും ഇവിടെയൊക്കെ നടന്നിട്ടുള്ള ചില ആക്രമണങ്ങൾ ഇത് കാണിച്ചു തരും. അതായത് ഇത് സൈനികർ താമസിക്കുന്ന അവരുടെ ഹൗസിംഗ് ബിൽഡിങ്ങുകളിലോട്ട് ഡയറക്റ്റ് ഇറാൻ്റെ ആക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നാണ് സാറ്റലൈറ്റ് ഇമേജസ് ആണ് നിങ്ങൾ കാണുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് എ US മിലിറ്ററി ഹൗസിംഗ് ബിൽഡിംഗ് ആണ്. അറ്റ് അൽ തംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിലാണ്, അമേരിക്കയുടെ ബേസിലാണ്, ജോർദാനിലെ ബേസിൽ അവിടെ പൊളിഞ്ഞിരിക്കുന്നതിന് ഇതാണ്. അതാണ് പട്ടാളക്കാർ ഡെയിലി അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അവരൊക്കെ താമസിക്കുന്ന പൊസിഷനിലോട്ട് മാത്രമായിട്ടുണ്ട് ഇപ്പം ഇറാൻ്റെ ഡയറക്റ്റുള്ള ആക്രമണങ്ങൾ. ബാക്കിയൊക്കെ ഏകദേശം തീർത്തുണ്ട്. ഈ പറഞ്ഞ ഈ റൺവേസും പിന്നെ ഹാങ്ങേഴ്സും നിർത്തിയിട്ട ജെറ്റുകളൊക്കെ ഏകദേശം ഇറാൻ തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ താമസിക്കുന്ന സ്ഥലത്തോട്ട് അടി പോയിട്ടുണ്ട്. ഇനി മറ്റൊരു ഇമേജ് വന്നിട്ടുള്ളത്, അതായത് ഇതൊരു US മിലിറ്ററിയുടെ സൈഡിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ US മിലിറ്ററിയിൽ ഒരാൾ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇറാൻ മിസൈൽ സ്ട്രൈക്ക് ഓൺ US മിലിറ്ററി ഫെസിലിറ്റി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഫിലിംഡ് ബൈ അമേരിക്കൻ സർവീസ് മെമ്പർ. അത് അമേരിക്കൻ പട്ടാളം ടോപ്പോസിൽ ആരോ എടുത്തിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ്. ഇത് ജോർദാനത്താണെന്ന് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ അകത്ത് ഏത് രീതിയിലാണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഈ അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതും ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പൊതുവേ നമുക്കറിയാം അമേരിക്ക അപ്പോൾ അവരിങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോകാറുണ്ട്. വിമാനങ്ങൾ നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇറാൻ ആക്രമിച്ച അറ്റാക്കിൻ്റെ ഒക്കെ വീഡിയോസും ഡയറക്റ്റും ഒക്കെ ഇതുപോലെ പിന്നീടാണ് പുറത്തോട്ട് വരാറ്. ഇനി മറ്റൊന്നും കൂടെ കാണിച്ചു തരാം. ഇത് ഇമേജുള്ളത് US മിലിറ്ററി എർബിൽ, അതായത് നോർത്തേൺ ഇറാഖിലെ എർബിൽ ഉണ്ടായിട്ടുള്ള ഡയറക്റ്റ് അറ്റാക്കാണ്. US മിലിറ്ററി ബേസിലോട്ടുള്ള അറ്റാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു മിലിറ്ററി ബേസ്, അതായത് റുക്ബാൻ ഏരിയ, ജോർദാനിലെ റുക്ബാൻ ഏരിയയിലുള്ള അമേരിക്കൻ പട്ടാളക്കാരുടെ ഹൗസിംഗ് ഫെസിലിറ്റിയിലോട്ടുള്ള അടിച്ചതിൻ്റെ
ഇമേജസ് ആണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് ഇമേജസ് ഇങ്ങനത്തെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം ഓൾമോസ്റ്റ് ഈ കുവൈറ്റിലും ബഹ്റൈനിലും ഒന്നും ഇപ്പോൾ അവർ പുതിയ വിമാനങ്ങൾ കൊണ്ടിടുന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നൊന്നുമില്ല, ഒക്കെ പേടിച്ചിട്ട് ആ രീതിയിൽ അടി വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നിട്ടുള്ളത് റീഫ്യൂലിംഗ് അമേരിക്കയുടെ KC-135T ഏരിയൽ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകളൊക്കെ അൽദഫ്ര ബേസ്, അതായത് അബുദാബിയിലുള്ള അൽദഫ്ര ബേസിലോട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. US എയർഫോഴ്സ് റീഫില്ലിംഗ് എയർക്രാഫ്റ്റ് ബിലോങ് ടു അതായത് അൽദഫ്ര അതായത് UAE. ഇനിയിപ്പോൾ UAE-നാണ് അടിക്കാൻ ബാക്കിയുള്ളത്, സൗദിനെയാണ് കൂടുതലായിട്ട് അടിക്കാൻ ബാക്കിയുള്ളത്. അത് ഓൾറെഡി ഇറാൻ ഒരു മുന്നറിയിപ്പ് ആദ്യം കൊടുത്തിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇനി വരാൻ പോകുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ഒരുപാട് അങ്ങ് കൂട്ടത്തോടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും കൂടുതൽ ഈ ഫൈറ്റർ ജെറ്റുകളും അല്ലെങ്കിൽ അവരുടെ റീഫില്ലിംഗ് വിമാനങ്ങളും ഇപ്പം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇസ്രായേലിലും പിന്നെ UAE-യിലുമാണ്. സൗദിയിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും നാളെയൊക്കെ പുറത്തോട്ട് വരും. അപ്പം UAE ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അടി വാങ്ങാനായിട്ട്. കാരണം ഇനി അമേരിക്ക ഇവിടെ നിന്നായിരിക്കും ഇറാനെ ആക്രമിക്കാൻ പോകുന്നത്. അതോടുകൂടി UAE സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അടി വാങ്ങിക്കോളാം, ഞങ്ങൾ കുഞ്ഞു നിന്നോളാം, നിങ്ങൾ അടിച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് UAE എത്തും അല്ലെങ്കിൽ എത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. മറ്റൊരു ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഇറാനിയൻ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടല്ലോ, അത് അവർ ഇതുവരെ കരുതിയിരുന്ന സ്ഥലത്തല്ല, അത് മറ്റൊരു സ്ഥലത്തോട്ട് ഇറാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ടെഹ്റാൻ ആയിരക്കണക്കിന് യുറേനിയം സമ്പുഷ്ടീകരിച്ച സെൻട്രിഫ്യൂജുകൾ പിക്ആക്സ് പർവ്വതത്തിലോട്ട് മാറ്റി, ഇറാനിലെ പിക്കാക്സ് മൗണ്ടൈനിലോട്ട് മാറ്റി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ്റെ പ്രധാന നദാൻസ് ആണവ നിലയത്തിലാണല്ലോ അത്, അവിടെ ഏകദേശം അമേരിക്ക ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കാറുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല അവിടെ ഒന്നും ഇതുവരെ. ആ ആണവ നിലയത്തിൻ്റെ ഏകദേശം തെക്ക് 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പിക്സാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതം ഉള്ളത്. ഇതിൻ്റെ പാറക്കൂട്ടങ്ങൾ തുരന്ന് അതിൻ്റെ ഭൗമ രഹസ്യ കേന്ദ്രം ഏകദേശം 137 മീറ്റർ വരെ താഴ്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിനും ഒന്നും ഇത് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിങ്ങോട്ട് മാറ്റിയതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള സൈനിക ആക്രമണങ്ങളെ തുടർന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആക്ട് ഇറാൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യോമാക്രമണങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഈ തുരങ്കങ്ങളിലേക്ക് പ്രവേശനം ഇറാൻ ഓൾറെഡി പണ്ടേ നിഷേധിച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അന്താരാഷ്ട്ര അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഇറാൻ നല്ല രീതിയിൽ ഈ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജുകൾ, അതായത് ഇത് ചെയ്തിട്ടുള്ള എൻട്രിച്ച് ചെയ്തിട്ടുള്ള സെൻട്രിഫ്യൂജുകൾ ഇങ്ങോട്ടാണ് മാറ്റിയത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പം ഇസ്രായേലി ഇൻ്റലിജൻസ് പുറത്തോട്ട് വിട്ടുള്ളത്. അതായത് ഒരു സൈഡിൽ യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇറാൻ നല്ല രീതിയിൽ അപ്പുറത്ത് ഈ പറഞ്ഞ എൻറിച്ച്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും നമ്മൾ. അതൊരു സൈഡിലും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ആ പേടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടുവാണ്. അപ്പോൾ ഇന്നത്തെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിൽ കിട്ടുന്നേക്കാൾ വലിയ അടികൾ ഇപ്പം അമേരിക്കൻ ബേസുകളിലൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ നേരിട്ട് ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ട് ആക്രമിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് ഇറാൻ എത്തിയിട്ടുണ്ട്. ഇറാൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം മിസൈലുകളും ഡ്രോണുകളുടെ എണ്ണം കുറയുമ്പോഴും ഇറാൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാന്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ അപ്ഡേറ്റുകളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പുതിയ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.